Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. വന്യമൃഗശല്യം തടയാനോ നിയന്ത്രിക്കാനോ ശ്രമിക്കാത്ത വനം വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ വഴിക്കടവിൽ കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആനമറയിലെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്ക് മാർച്ച് നടത്തിയത്. വഴിക്കടവ് ടൗണിൽ നിന്ന് ആരംഭിച്ച മാർച്ച് വനം ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടത്തിയ ധർണ DCC പ്രസിഡന്റ് VS ജോയ് ഉദ്ഘാടനം ചെയ്തു. വലിയ തോതിലുള്ള കാട്ടാനശല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അതിനെതിരെ എന്ത് നടപടി സ്വീകരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരു ബോധ്യവുമില്ലാതെ സംസ്ഥാന സർക്കാർ ഇരുട്ടിൽ തപ്പുകയാണ്. നമുക്കറിയാം, കേരളത്തിന്റെ വനവിസ്തൃതി എന്ന് പറയുന്നത് കേരളത്തിന്റെ മൊത്തം വിസ്തൃതിയുടെ 29-30%. ആ വനമേഖലയിൽ വന്യജീവികൾ ഇന്ന് പെറ്റുപെരുകി ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കടന്നു വരുമ്പോ ആ ജനവാസ കേന്ദ്രങ്ങളിൽ വന്യജീവികൾ അഴിച്ചുവിടുന്ന ആക്രമണത്തെക്കാൾ നമ്മെ ഭയപ്പെടുത്തുന്നത്, നമ്മെ ദുഃഖത്തിലാക്കുന്നത് സംസ്ഥാന സർക്കാരും വനം വകുപ്പ് അധികാരികളും ജനങ്ങളോട് സ്വീകരിക്കുന്ന സമീപനമാണ്. നമുക്കറിയാം, കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കേരളത്തിൽ വന്യജീവികളുടെ ആക്രമണം തടയാൻ 72 കോടിയാണ് അനുവദിച്ചത്. ആ 72 കോടിയിൽ 32 കോടി മാത്രമാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത്. ബാക്കി വരുന്ന 50%-ത്തിലേറെ വരുന്ന തുക ലാപ്സായി പോവുകയാണ്. വന്യജീവികളുടെ ആക്രമണം തടയാൻ, കിടങ്ങ് കുഴിക്കാൻ, ഫെൻസിംഗ് നിർമ്മിക്കാൻ ഇവിടെ കേന്ദ്ര സർക്കാർ അനുവദിച്ച ഫണ്ട് സംസ്ഥാന വനം വകുപ്പ് ലാപ്സാക്കി കളയുകയാണ്. പക്ഷെ കേന്ദ്ര സർക്കാർ വന്യജീവികളുടെ സംരക്ഷണത്തിന് വേണ്ടി, കാട്ടാനകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എലിഫന്റ് പ്രൊട്ടക്ഷന്റെ ഭാഗമായി 35 കോടി കൊടുക്കുമ്പോൾ ആ 35 കോടിയിൽ ഒരു നയാ പൈസ പോലും മുടങ്ങിപ്പോവാതെ, ലാപ്സാവാതെ ആനകൾക്ക് വേണ്ടിയുള്ള മുഴുവൻ പണവും വിനിയോഗിക്കുകയും വന്യജീവികളിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, കിടങ്ങ് കുഴിക്കാൻ വേണ്ടി, ദൗത്യ സംഘത്തെ നിയോഗിക്കാൻ വേണ്ടി, ഫെൻസിംഗ് നിർമ്മാണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന പണം, ആ പണം ലാപ്സാക്കി കളയുകയാണ് കേരള സംസ്ഥാന ഗവൺമെന്റ് വനം വകുപ്പ് ചെയ്തിട്ടുള്ളത്. വഴിക്കടവ് പഞ്ചായത്തിലെ നെല്ലിക്കുത്ത് വനാതിർത്തിയിലെ മണിമൂളി, മുന്നൂറ് ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിൽ കാട്ടാനശല്യം രൂക്ഷമായിരിക്കുകയാണ്. കാട്ടാന ഭീതി കാരണം മണിമൂളി, മുന്നൂറ് ഭാഗത്തെ താമസക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. കടുവ, പുലി, കാട്ടുപന്നി, കുരങ്ങ്, മലയണ്ണാൻ, മയിൽ, കുറുക്കൻ എന്നിവയുടെ ശല്യവും ഇന്നാട്ടുകാർ നേരിടുന്നുണ്ട്. എന്നാൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ തികഞ്ഞ അനാസ്ഥയാണ് വനം അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പ്രശ്നപരിഹാരത്തിന് നടപടിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് സമരക്കാർ പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപ്പാടം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ, അസീസ് പുളിയഞ്ജലി, C രാമകൃഷ്ണൻ, ഷെർലി വർഗീസ്, ബോബി C മാമ്പ്ര, P സുകുമാരൻ, KP ഹൈദരാലി, VK അനീഷ്, ജെസ്സി തോമസ്, സാലൻ മണിമൂളി, ചാൾസ് പുതുപ്പള്ളി, PT ഉസ്മാൻ, അസീസ് പാറപ്പുറം എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ് എടക്കര.